ഇടുക്കി മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ മറയൂരിന് സമീപം വനമേഖലയിൽ പാതയോരത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം വലിയ തോതിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. മാലിന്യ നിക്ഷേപം തടയാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. മറയൂർ ടൗണിന് സമീപം ചിന്നാർ വനമേഖലയുടെ ഭാഗമായ ഇടങ്ങളിലാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിട്ടുള്ളത്. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത കടന്നുപോകുന്ന പ്രദേശത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടക്കം പാതയോരത്ത് വനമേഖലയിൽ വലിയ തോതിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. റോഡിൽ നിന്നും വനമേഖലയിലേക്ക് മാലിന്യം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. വനമേഖലയിലെ മാലിന്യ നിക്ഷേപം തടയാൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. ഇത് മറയൂരിൽ നിന്ന് ഉടുമൽപേട്ടയ്ക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളും ഒത്തിരി ആളുകൾ ഇതിൽ സഞ്ചരിക്കുന്ന ഒരു പാതയാണിത്. ഇവിടെ മൊത്തം റോഡ് സൈഡ് മൊത്തം വേസ്റ്റാണ്. ഫോറസ്റ്റുകാരും ശ്രദ്ധിക്കുന്നില്ല, അതിനെക്കുറിച്ച് ഇവിടെയുള്ള പഞ്ചായത്തും ശ്രദ്ധിക്കുന്നില്ല. ഒന്നുമില്ലാതെ വേസ്റ്റ് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കാലക്രമേണ വനത്തിൽ ആന ചത്തു അത് ചത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൃഗങ്ങൾ ഒത്തിരി സഞ്ചരിക്കുന്ന സ്ഥലവും മൃഗങ്ങൾ ഇട്ട് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നടപടി എടുത്താൽ മാത്രമേ ഈ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു തീരുമാനം കൊണ്ടുവന്നാലേ നമുക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും പറ്റുള്ളൂ. മാലിന്യം നിക്ഷേപിക്കരുതെന്ന് സൂചിപ്പിച്ച് വനവകുപ്പ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് തൊട്ടരികിൽ തന്നെയാണ് മാലിന്യ നിക്ഷേപം നിർബാധം തുടരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം പ്രദേശത്ത് കുന്നുകൂടിയാൽ വനമേഖലയുടെ സ്വാഭാവികത നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകും. കാട്ടുമൃഗങ്ങൾക്കും ഇത് ഭീഷണിയാണ്. പഞ്ചായത്തും വനവകുപ്പും മാലിന്യ നിക്ഷേപം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.